അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കടൽ വറ്റുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിനെക്കുറിച്ചിട്ട് കടലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ. കടൽ കണ്ടാൽ, കടലിലൂടെ നടക്കുന്നത് കണ്ടാൽ, കടൽക്കരയിലൂടെ നടക്കുന്നത് കണ്ടാൽ, അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കടലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് കടൽ വറ്റുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും എന്നുള്ളതാണ്. ജഅഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ കടൽ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം രാജാവ്, മന്ത്രി, ഇൽമ്, സമ്പത്ത് എന്നിങ്ങനെയൊക്കെയാണ്. അല്ലെ, ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ തന്നെ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ കൂട്ടത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളൊരു മഹാനാണ്. മനസ്സിലായില്ല? പിന്നെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ബഹുമാന്യനായ നല്ലൊരു മനുഷ്യൻ എന്നൊക്കെ എന്താകുന്നുണ്ട്, ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കടൽ പറ്റുന്നതായിട്ട് കണ്ടാൽ അതിന് വ്യാഖ്യാനമായിട്ട് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് മഹാനായ ഷെയ്ഖ് ഇമാം നാബൽസി എന്നിവർ പറയുന്നു, അവിടുത്തെ ഒരു കിതാബിലാണ് പറയുന്നത്, ഒരാൾ കടൽ വറ്റുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ബലഹീനനായ ഭരണാധികാരി എന്നാണ്. ഭരണാധികാരനായ ബലഹീനനായ ഒന്നും കഴിയാത്ത വൈഫായ ഒരു ഭരണാധികാരി എന്നാണ്. പിന്നെയോ വേറെ ഭരണാധികാരി വന്ന് അതിനുശേഷം ലൈഫായ ഭരണാധികാരിക്ക് ശേഷം വേറെ ഭരണാധികാരി വന്ന് ജനങ്ങൾക്ക് ഒരുപാട് ഹൈറ് ലഭിക്കും എന്നും എന്തുണ്ട്, അതിന് വ്യാഖ്യാനമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കടൽ പറ്റുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും അതുപോലെ തന്നെ മഹാനായ ഇമാം ഷെയ്ഖ് നാവൽസി എന്നിവർ പറഞ്ഞതുമായ വ്യാഖ്യാനങ്ങൾ. കടലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കടലിലൂടെ നടക്കുന്നത് സ്വപ്നം കണ്ടാൽ, കടൽ സ്വപ്നം കണ്ടാൽ അതിനെക്കുറിച്ചൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.